ഹായ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഡേ ആണ്. ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഒരു 2 ആഴ്ചത്തെ ബ്രേക്കിന് ശേഷമാണ് ഞാൻ ഇപ്പം ഇന്ന് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഞങ്ങൾ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം അതിൻ്റെ പോകുന്നതിൻ്റെ തലേദിവസം ഞാൻ നിർത്തിയതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഓണമായിരുന്നു. അങ്ങനെ ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ലപോലെ കഴിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. നാട്ടിൽ പോയപ്പോഴും അല്ലാതെ ഓണമായിട്ടും മധുരമൊക്കെ ആയിട്ട് നല്ലപോലെ കഴിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ഏകദേശം 1 കിലോ വെയിറ്റ്, ഒരു കിലോ എന്നല്ല, ഞാനൊരു 63.1 ആയിരുന്നു. 63നും കുറച്ച് താഴെയായിരുന്നു പോകുമ്പോൾ. ഒരു 62.9, 63 ആ ഒരു റേഞ്ചിലായിരുന്നു എൻ്റെ വെയിറ്റ് നാട്ടിൽ പോകുമ്പം. ഇപ്പം അത് 64.65 എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ വീണ്ടും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇന്നലെ ഞാനത് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. അപ്പോൾ ഒരു കിലോ ഇന്ന് കുറയ്ക്കണം, ഒരു 62-63 ആക്കണം. എപ്പോഴും ഞാൻ ചെയ്യുന്ന വീഡിയോ അങ്ങനെയാണ്, ഒരു 62-63 എത്തിക്കാൻ നോക്കും. ഇങ്ങനെയൊക്കെ ഒരു ബ്രേക്ക് വരുമ്പോഴത്തേക്കിനും വീണ്ടും നമ്മുടെ വെയിറ്റ് കൂടും. ഈ വെയിറ്റ് കൂടുമ്പോഴത്തേക്കിനും അത് തിരിച്ച് നമുക്ക് എത്തിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് രാവിലെ സെയിം അതേ ഒരു ടൈമിങ്ങിലൊന്നും വ്യത്യാസമില്ല. ഒരു 8 തൊട്ട് ഒരു 5:30 ആണ്. രാവിലെ 8 o'clock സ്റ്റാർട്ട് ചെയ്തിട്ട് 5:30 ഒക്കെ ആകുമ്പോഴത്തേനും നിർത്തും. അപ്പം ഇന്നത്തെ ദിവസത്തെ ഒരു കാര്യങ്ങളും ഫുഡ് റുട്ടീനും ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം രാവിലെ ഞാൻ ചെറുതായിട്ടൊരു നടത്തമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കാരണം ഒന്നും ചെയ്യാതിരിക്കുന്നത് ഇതല്ല, പുറത്തു പോയി നടക്കാനുള്ള ഇപ്പോൾ ഒരു ഇതില്ല, അതുകൊണ്ട് സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് രാവിലെ വൈകുന്നേരം ഞാൻ ഇവിടെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. വൈകുന്നേരമല്ല, രാവിലെ ഇവിടെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ഞാൻ എണീക്കുമ്പോൾ വെള്ളം കുടിക്കുന്നുണ്ട്. നമ്മൾ ഗുളിക കഴിക്കുന്നുണ്ടല്ലോ, തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പം നട്ട്സും ചായയും കഴിക്കുന്നത്. അപ്പം ഞാനൊരു മാറ്റം വരുത്തി. ഞാൻ പതുക്കെ ഇന്ന് രാവിലെ ഇവിടെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. ഒരു 5 മിനിറ്റ്, അല്ലെങ്കിൽ ഇന്ന് ഞാനിപ്പോൾ 5 മിനിറ്റ്, ഇന്നലെ ഞാൻ നടന്നില്ല, ഇന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഒരു 5 മിനിറ്റ് അതുകൊണ്ട് ഞാൻ ഒരു 5 മിനിറ്റ് നടന്നിട്ടുള്ളൂ. നടന്നതിന് ശേഷം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഡേ ഇൻ മൈ ലൈഫിലെ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്കിനി ചായയൊക്കെ കുടിക്കാം. അപ്പോൾ 8 മണിയായപ്പോഴത്തേനും ഞാൻ നട്ട്സ് കഴിക്കാൻ പോവാണ്. വാൾനട്ടാണ് മിക്കവാറും ഞാൻ രാവിലെ വാൾനട്ടാണ് കഴിക്കുന്നത്. അത് 2 കഴിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കും. ഒരു നട്ട്സ് കഴിച്ചിട്ടൊരു 10 മിനിറ്റ്, ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചായ കുടിക്കുന്നത്. ചായ മധുരമില്ലാത്ത ചായയാണ് എടുത്തിരിക്കുന്നത്. ലോ ഫാറ്റ് മിൽക്കാണ് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത്. ഫാറ്റുള്ള മിൽക്ക് അങ്ങനെ മേടിക്കാറില്ല. ലോ ഫാറ്റ് മിൽക്കിൽ മധുരം ഇടാത്ത ചായയാണിത്. അപ്പം 8 മണിയാകുമ്പം ഞാൻ നട്ട്സ് കഴിച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ചായയും കുടിക്കും. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ആസ് യൂഷ്വൽ റാഗി ദോശ, ചമ്മന്തി, പയറ് പുഴുങ്ങിയത്. അതാണ്. ചെറുപയർ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനിപ്പം പുഴുങ്ങാൻ പോവാണ്. ജസ്റ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചട്ടിക്കകത്തിട്ട് വേവിച്ചെടുത്താൽ മാത്രം മതി. കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. നല്ല പാകത്തിന് ഇങ്ങനെ കുഴഞ്ഞു പോകാതെ നല്ലതായിട്ട് വെന്ത് കിട്ടും. അപ്പം അതാണ് സാധാരണ. ഞാൻ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൽ വലിയ മാറ്റങ്ങൾ വരുത്താറില്ല. ചില സമയത്ത് ചിലപ്പോഴൊക്കെ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് എടുക്കുന്ന ദിവസമെങ്കിൽ മിക്കവാറും റാഗിയുടെ ഐറ്റംസ് തന്നെ ആയിരിക്കും. മിക്കവാറും റാഗി ദോശ ആയിരിക്കും. കാരണം കൂടുതൽ എളുപ്പം വീക്ക് ഡേ അല്ലേ, അപ്പോൾ കൂടുതൽ എളുപ്പം അത് തന്നെയാണ്.
റാഗി ദോശ. ഇപ്രാവശ്യം പക്ഷെ ഞാൻ റാഗി ദോശ അരച്ചതിലൊരു വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ റാഗിപ്പൊടി ഇത് ചെയ്താണ് ഞാൻ വെച്ചിരിക്കുന്നത്. റാഗിപ്പൊടി കലക്കിയാണ് ഞാൻ റാഗി ദോശ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഞാൻ വാങ്ങിച്ച റാഗിക്കകത്ത് കുറേ ഇപ്രാവശ്യം എനിക്ക് കിട്ടിയ ആ റാഗിക്കകത്ത് കുറേ വേണ്ടാത്ത ഐറ്റംസ്, അത് എന്താ പറയുന്നത്, ഞാൻ സ്ഥിരം എടുക്കുന്ന ഒരു ബ്രാൻഡിൻ്റെ എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ വേറൊരു ബ്രാൻഡിൻ്റെ റാഗിയാണ് എടുത്തത്. അപ്പം അതിനകത്ത് കുറേ അലുകുലുത്ത ഐറ്റംസ് റാഗി അല്ലാതെ പല ഷേപ്പിൽ കിടക്കുന്നു. അതൊന്ന് മാറ്റി എല്ലാം നമ്മുടെ മുറം വെച്ച് ഇത് ചെയ്തിട്ടൊന്നും അത് എൻ്റെ കൈ നിൽക്കുന്നില്ല. അതങ്ങ് എനിക്ക് ആ റാഗി ആയിട്ട് ഫിൽട്ടർ ചെയ്തിങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഞാനതിങ്ങനെ വെച്ചിരിക്കുകയാണ്. 1/2 കിലോയേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ റാഗി പൊടിയും ചേർത്ത് ഒരു 1/4 കപ്പ്, ഒരു 1/4 കപ്പിൽ ഒരു 1/2 കപ്പ് ഉഴുന്നും ഒരു 2 കപ്പ് പൊടി, അങ്ങനത്തെ ഒരു റേഷ്യോയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഉലുവയും കൂടെ ഞാനിങ്ങനെ ഉഴുന്ന് കുതിർത്തു, എല്ലാം പൊങ്ങിയിരിക്കുകയാണ്, പുളിച്ച മണവും വരുന്നുണ്ട്. ഉലുവയും ഉഴുന്നും കുതിർക്കാനിട്ടു. ഒരു ടീസ്പൂൺ ഉലുവയും ഒരു 1/2 കപ്പ് ഉഴുന്നും കൂടെ കുതിർത്തിട്ട് അതൊരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും അത് അരച്ചെടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ റാഗിയുടെ പൗഡർ 2 കപ്പും കൂടെ ചേർത്ത് അരച്ച് ഞാൻ വെച്ചതാണ്. അങ്ങനെയാണ് ഇപ്രാവശ്യം ചെയ്തത്. അങ്ങനത്തെ ചില കുഴപ്പങ്ങളൊക്കെ പറ്റി പ്രാവശ്യം റാഗി വാങ്ങിച്ചപ്പോഴത്തേന്. ഇനി നമുക്ക് ഈ ഒരു ഇത് ഞാൻ ഈ ചട്ടിക്കകത്തിട്ട് വേവിച്ചെടുക്കാം. ഉപ്പ് മാത്രം ചേർത്ത് വേവിച്ചിട്ട് ചുമ്മാ തേങ്ങാ തിരുമ്മിയത് ഇടണമെന്നാണ് ഇപ്പം എൻ്റെ മനസ്സിലെ പ്ലാന്. പിന്നെ ദോശ ചുടുക, ചമ്മന്തി അരയ്ക്കുക, കഴിക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ തുറന്ന് വെച്ചാണ് വേവിക്കുന്നത്. അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ തിളച്ച് തൂവിയൊക്കെ പോകും. അതുകൊണ്ട് ഞാൻ തുറന്ന് വെച്ചാൽ വേവിക്കുന്നത്. ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ ഉപ്പ് ചേർക്കത്തുള്ളൂ. ഉപ്പ് മാത്രമേ ചേർക്കത്തുള്ളൂ കുറച്ചൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേന്. അപ്പം ഇതാണ് നമ്മുടെ മാവ് എല്ലാം പൊങ്ങിയിരിക്കുന്നത്. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കാം. അപ്പോൾ ഞാൻ പയർ വേവിക്കാൻ വെച്ചു. ഇന്ന് ദോശയുടെ കൂടെ നമുക്കില്ലേ ഒരു ഹൈ പ്രോട്ടീൻ ചട്നി ഉണ്ടാക്കാം. അതായത് നമ്മുടെ പീനട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പീനട്ട് ചട്നി ഉണ്ടാക്കാം. കുറച്ച് നാളായി ഉണ്ടാക്കിയിട്ട്. റാഗി ദോശയുടെ കൂടെ നല്ലപോലെ പോകുന്ന ഒരു കോംബോയാണ് ഈ കപ്പലണ്ടി കൊണ്ടുള്ള ചട്നി. അതാവുമ്പം നല്ലതുമാണ്. ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ നല്ലതാണ്. പക്ഷെ ഞാൻ പറഞ്ഞാൽ വല്ലപ്പോഴും ഉപയോഗിക്കത്തുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ല, ഇത് എപ്പോഴും ഈ പീനട്ട് ഉപയോഗിച്ച് എനിക്ക് മുഖക്കുരുവൊക്കെ വരും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് ചട്നി രൂപത്തിലൊന്നും വലിയ കുഴപ്പമില്ല. ഈ പീനട്ട് ആക്ച്വലി നമ്മുടെ കപ്പലണ്ടി നമ്മൾ ഡയറ്റ് എടുക്കുന്നവരൊക്കെ കഴിച്ചാൽ നല്ലതാണ്. കപ്പലണ്ടിയൊക്കെ സാലഡ്സിനകത്തുമൊക്കെ ഇട്ട്. കാരണം നല്ല ഗുണമുള്ള ഒരു കാര്യമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ സ്ഥിരമായി കഴിക്കത്തില്ല. ഞാനിങ്ങനെ വാങ്ങിച്ച് വെച്ചേക്കും. എന്നിട്ടിങ്ങനെ ഇടയ്ക്ക് ചട്നിയൊക്കെ ഉണ്ടാക്കും. ചട്നി ഉണ്ടാക്കാനാണ് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അല്ലാതെ ഞാൻ ഇതിനിങ്ങനെ മുഖക്കുരു വരുന്നത് കൊണ്ട് ഞാൻ ഉപയോഗിക്കാറില്ല. പിന്നെ നമുക്ക് ഒരു പീനട്ട് ചട്നി ഉണ്ടാക്കാം. ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എളുപ്പമൊന്നുമില്ല. നമുക്ക് ഇന്ന് ദോശയുടെ കൂടെ അത് ഉണ്ടാക്കാം. ഞാനൊരു കുറച്ച് നമ്മുടെ കപ്പലണ്ടി ഇതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. ഒരിച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി വേണ്ട, ഒരിച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാതെ. ഒന്ന് റോസ്റ്റ് ആയി കഴിയുമ്പോഴത്തേനും അങ്ങ് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒത്തിരി വേണ്ട. ഇതെല്ലാം ഓഫ് ചെയ്തിട്ട് ഇളക്കിയാൽ മതി. ഇതിൻ്റെ ആ ഒരു പാത്രത്തിൻ്റെ ചൂട് മാത്രം മതിയേ.
ഇനി ഇതിനകത്തേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം ഒരു കുഞ്ഞു പീസ് പുളിയും കൂടെ ചേർത്ത് ആറിയതിന് ശേഷം അങ്ങ് അരച്ചെടുത്താൽ മതി. ഇതിനകത്തേക്ക് കുറച്ച് ഇഞ്ചിയും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർക്കണം. ഇത് ആറിയിട്ടില്ല, ഇതൊരു ആറിയതിന് ശേഷം മാത്രം അരച്ചെടുത്താൽ മതി. പിന്നെ ഒരു ചെറിയ പീസ് പുളിയും കൂടെ കൂട്ടി വേണം അരയ്ക്കാനായിട്ട്. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ഒരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട്, കുറച്ച് മല്ലിയില. കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് ചേർത്തൊന്ന് ഒന്നൊന്ന് ഇളക്കിയെടുക്കാം. ജസ്റ്റ് മല്ലിയില ഒന്ന് വാടിയാൽ മാത്രം മതി, ഒന്ന് ചൂടായി മല്ലിയില ഒന്ന് വാടണം. മതി. ഇനി ഇതങ്ങ് ഓഫ് ചെയ്യാം. ഇനി അവിടെ ഇരുന്ന് ആറിയിട്ട് സ്റ്റവിൽ നിന്ന് മാറ്റി വെക്കാം. ആ ചൂട് ഒത്തിരി അങ്ങ് ചൂടാവണ്ട ഇനി. അപ്പോൾ ഞാനുണ്ടല്ലോ നമ്മുടെ ഇതെല്ലാം വഴറ്റി വെച്ചു. അപ്പോൾ ഞാൻ വേറൊരു രീതിയിൽ ഷോർട്സിൽ ചെയ്തിട്ടുണ്ട് ഈ പീനട്ട് ചട്നി. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിയിലൊന്നും ചേർത്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. മല്ലിയില ഞാനിപ്പോൾ ആക്ച്വലി ഞാൻ പെട്ടെന്ന് ഓർത്താണ് മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു ചട്നിക്ക് ഒരു ടേസ്റ്റ് ഉണ്ട്. ഇതൊരു നാടൻ ചട്നി അല്ല ആക്ച്വലി. നമ്മൾ ഈ നമ്മുടെ ഇങ്ങോട്ട് ഈ ഭാഗത്തൊക്കെ കിട്ടുന്ന ഒരു ടൈപ്പ് ചട്നിയാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ടൈപ്പ് ഒരു കോക്കനട്ട് ചട്നി അല്ല, ആ ഒരു ടേസ്റ്റ് അല്ല. റാഗി ദോശയുടെ കൂടെ പൊതുവെ ഈ ഒരു ടേസ്റ്റിലുള്ള ചട്നിയൊക്കെ ഇച്ചിരി മല്ലിയിലൊക്കെ അരച്ചിട്ട് ചട്നിയൊക്കെ ചേരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് പച്ചമുളകിന് പകരം ഇപ്പം മല്ലിയിലയും പച്ചമുളകും മാറ്റി വെച്ച് നമ്മുടെ വറ്റൽമുളകൊക്കെ ചേർത്ത് അരച്ചാൽ വേറൊരു ടൈപ്പ് ടേസ്റ്റ് ആവും. മല്ലിയില ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അല്ലാതെ തന്നെ ഈ ഒരു രീതിയിൽ അങ്ങ് അരച്ചെടുത്താൽ മതി. അരച്ചെടുത്തിട്ട് കടുക് വറുത്തെടുക്കണം. അപ്പം ഞാൻ കുറച്ച് എണ്ണ ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്യാൻ എടുത്തുള്ളൂ. പിന്നെ കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് നമുക്കതൊന്ന് കടുക് വറുത്തെടുക്കാം. ഇതൊരു നല്ല ഒരു റാഗി ദോശയുടെ കൂടെ കൂട്ടാൻ പറ്റിയ ഒരു എന്താ പറയുന്നത് ഒരു പ്രോട്ടീനൊക്കെ ഉള്ള ഒരു ചട്നിയാണ്. ഈ കപ്പലണ്ടി യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ ഈ പീനട്ട് ചട്നിയൊക്കെ കഴിക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു എന്താ പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. റാഗി ദോശ, പീനട്ട് ചട്നി, പിന്നെന്താ പറയുന്നത് പയർ പുഴുങ്ങിയത്. അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പ്രാവശ്യത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെന്താണ് ഇനി ഉച്ചക്കത്തെ കാര്യമാണ്. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം കാണിക്കാം. ബാക്കി ചട്നിയുടെ ബാക്കി അരച്ചെടുത്ത് കടുക് വറുക്കുന്നതൊക്കെ കാണിക്കാം. അത് കഴിഞ്ഞ് ബാക്കി ഇതെല്ലാം എനിക്ക് കുറച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം എൻ്റെ ഒരു മീല്. അപ്പം ജസ്റ്റ് ഞാൻ കടുകും മുളകും കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് കടുക് വറുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ അരച്ച ചട്നി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതെന്ന് വെച്ചാൽ വെള്ളത്തിലിരിക്കുന്ന ചട്നിയായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കട്ടയായിട്ട് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് കൃത്യമായിട്ട് സമയമൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആകുമ്പോൾ ഞാനങ്ങ് കഴിക്കും, അങ്ങനെയാണ്. അപ്പം ഞാൻ കുറച്ച് പാല്, ഇത് ലോ ഫാറ്റ് മിൽക്കാണ്, മുമ്പ് ചായ എടുത്ത അതേ പാല് തന്നെയാണ്. അതിനകത്തേക്ക് നട്ട്സും സീഡ്സും കൂടെയുള്ള പൗഡർ, അതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പം മിക്കവാറും എല്ലാ വീഡിയോയിലും ഞാൻ ഈ കാര്യം പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം ആ പാലിനകത്ത് നട്ട്സും സീഡ്സും കൂടെയുള്ള പൗഡർ ഇട്ട് അതാദ്യം കുടിക്കും. അതിന് ശേഷം ഞാൻ 2 റാഗി ദോശ എടുത്തിട്ടുണ്ട്, പിന്നെ ചെറുപയർ പുഴുങ്ങിയതും നമ്മുടെ പീനട്ട് ചട്നി എടുത്തിട്ടുണ്ട്. ഇത്രയാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഹായ്, അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അപ്പം ഇനിയിപ്പം അടുത്ത ലഞ്ചിൻ്റെ പരിപാടിയാണ്.
ഈ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇടയ്ക്ക് സ്നാക്കിംഗ് ഒരു പരിപാടി എനിക്കില്ല. കാരണം സ്നാക്സ് ഒന്നും അങ്ങനെ ഞാൻ കഴിക്കാറില്ല. ഇവിടെ അങ്ങനെ ഞാൻ പറയില്ല മേടിച്ച് വെക്കാറുമില്ല. വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ കഴിക്കും. ഞാൻ ഓണത്തിന് തലേദിവസം കുറച്ച് ശർക്കര വരട്ടിയും, ചെറിയ പാക്കറ്റ് ഒരു ശർക്കര വരട്ടിയും കുറച്ച് നമ്മുടെ ഏത്തയ്ക്ക ഉപ്പേരിയും വാങ്ങിച്ചായിരുന്നു. അത് രണ്ടും ഓണത്തിൻ്റെ പിറ്റേ ദിവസമല്ല, ഓണത്തിൻ്റെ അന്ന് വൈകുന്നേരം തന്നെ തീരുകയും ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ച്. അപ്പം അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ നമ്മൾ കഴിക്കും. മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അത് വിടത്തില്ല, അത് ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. അതൊക്കെയാണ് ഈ വണ്ണം കൂട്ടുന്ന കാര്യങ്ങൾ. അങ്ങനെയുള്ള കാര്യങ്ങൾ വെയിറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർ കഴിക്കാതിരിക്കുക. പുറത്ത് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്, വണ്ടിയൊക്കെ പോകുന്നു. അപ്പം വെയിറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ള അങ്ങനെയുള്ള ബേക്കറി ഐറ്റംസ്, മധുരം എല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞാലും ഈ ഒരു ഈറ്റിംഗ് വിൻഡോയിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ വീട്ടിൽ വെക്കുന്ന ഫുഡ് കഴിക്കുക. ഇപ്പോൾ ഇന്ന് ഞാനാണെങ്കിൽ ചോറിൻ്റെ കൂട്ടത്തിൽ അവിയൽ കുറച്ചിരിപ്പുണ്ട്. അപ്പോൾ അവിയൽ എടുക്കുന്നുണ്ട്, മോര് കാച്ചത്, മീൻ കറി ഇരിപ്പുണ്ട്, അതൊന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ മീൻ വറുത്തതുണ്ട്. മീൻ വറുത്തതൊക്കെ ഞാൻ കഴിക്കും. മീൻ വറുത്തത്, ചിക്കൻ വറുത്തൊക്കെ ഒരു പീസ് ഞാൻ അതൊന്നും കഴിക്കുന്നുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതല്ല, അതങ്ങ് വലിച്ചു വാരി കഴിക്കുകയല്ല. അതൊന്നും ഒരു പീസ് കഴിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മൾ ചോറിൻ്റെ അളവ് കുറച്ചിട്ട് പച്ചക്കറികളുടെ അളവ് കൂടുതലും കൂട്ടുക, പ്രോട്ടീൻ്റെ അളവ് കൂട്ടുക. അപ്പോൾ മീൻ കറിയിൽ കഷ്ണം കഴിക്കുക. മീൻ വറുത്തതാണേലും എണ്ണ കുറച്ച് ഉപയോഗിച്ചോളാം. മിക്കവാറും എല്ലാവരും അങ്ങനെ ഡീപ്പ് ഫ്രൈ ഒന്നും മീൻ ചെയ്യാറില്ലല്ലോ. പ്രത്യേകിച്ച് മിക്കവാറും എല്ലാവരും നോൺ സ്റ്റിക്കിൽ കുറച്ച് എണ്ണ തൂത്തിട്ട് മീൻ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം അതും ഒരു പ്രോട്ടീൻ സോഴ്സാണ്. അപ്പോൾ പ്രോട്ടീൻ ഇല്ലാത്തവർ ഇതുപോലെ ചെറുപയർ എന്തെങ്കിലും തോരനും മെഴുക്കുവരട്ടിയൊക്കെ ആയിട്ട് അത് കഴിക്കുക. അപ്പം നല്ല ഫില്ലിംഗ് ആണ് ഈ സംഭവങ്ങളൊക്കെ. പിന്നെ ചിക്കൻ എടുക്കുകയാണെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് നല്ലതല്ലേ പ്രോട്ടീൻ്റെ ഇതിൽ. അപ്പം ചിക്കൻ ബ്രസ്റ്റ് എന്തെങ്കിലും തോരൻ പോലെ വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റോസ്റ്റ് പോലെ ചെയ്തോ ഒക്കെ കഴിക്കുക. പിന്നെ അപ്പം ഇന്നത്തെ എൻ്റെ ഇത് അവിയലുണ്ട്, മോര് കാച്ചിയതുണ്ട്. അവിയലിൻ്റെ അളവ് പക്ഷേ കുറവാണ്, ഇന്നലത്തേൻ്റെ ബാക്കിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പച്ചക്കറി, വെണ്ടയ്ക്കയും വഴുതനങ്ങയും ഇരിപ്പുണ്ട്, അതും കൂടെ ഒരു മെഴുക്കുവരട്ടിയും കൂടെ ആക്കി കഴിഞ്ഞാൽ ഇന്നത്തെ ആ ഒരു ഉച്ചക്കത്തെ ലഞ്ച് അങ്ങ് കംപ്ലീറ്റ് ആവും. പിന്നെ ഇനി വൈകുന്നേരം ഡിന്നറിന് എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എന്തെങ്കിലും ഗോതമ്പിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ ആക്കണം ഡിന്നറിന് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. എഗ്ഗ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇന്നത്തെ ദിവസം. എല്ലാ ദിവസവും ഞാൻ നേരത്തെ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, എല്ലാ ദിവസവും എനിക്ക് എഗ്ഗ് ഞാൻ കഴിക്കത്തില്ല. എപ്പോഴും 1 day 2 ഇപ്പോൾ 2 ദിവസം അടുപ്പിച്ച് കഴിച്ചാൽ 3ാമത്തെ ദിവസം കഴിക്കത്തില്ല, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സ് അങ്ങനെയൊക്കെയാണ്. കാരണം ഞാൻ പറയാം, മുഖക്കുരു, പിന്നെ അതുപോലുള്ള ഇങ്ങനെ പരുക്കൾ അവിടെ ഇവിടെയൊക്കെ പോകുകയൊക്കെ ചെയ്യും. ഞാനിപ്പോൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് എഗ്ഗ് കഴിച്ചാൽ, ചിക്കൻ കഴിച്ചാൽ അത്രയും കുഴപ്പമില്ല. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് പറയുക, എന്നെ സംബന്ധിച്ച് എനിക്ക് മീനൊക്കെ ഡെയിലി കഴിക്കുന്നുണ്ട്. ഇപ്പോൾ മീൻ കറിയായിട്ട്, മീൻ വറുത്തൊക്കെ ആയിട്ട് ഡെയിലി കഴിക്കണമെന്ന് കുഴപ്പമില്ല. എനിക്ക് മുട്ടയും ഡെയിലി കഴിക്കാം, എനിക്ക് കഴിക്കാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനുള്ള സൈഡ് എഫക്ട്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. സൈഡ് എഫക്ട്സ് ഇല്ലാത്തൊരു ഡെയിലി ഒരു എഗ്ഗ് കഴിച്ച ഒരു കുഴപ്പമില്ല, കഴിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ എഗ്ഗൊന്നും കഴിക്കാൻ പറ്റാത്തവർ ഇതുപോലെ ചെറുപയർ, വെള്ളക്കടല അതൊക്കെ ആയിട്ട് അതിനെ മാറ്റുക. പനീർ ഇതൊക്കെ ഉപയോഗിച്ച് മാറ്റുകയെന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പം ഇന്നിപ്പം എഗ്ഗ് വൈകുന്നേരം എടുക്കണമെന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ഡിന്നറുടെ തട്ടിക്കൂട്ടണം. അപ്പം ഇന്നത്തെ ഒരു ഉച്ചക്കത്തെ ഒരു മീൽ അതാണ്. ചോറ്, മെഴുക്കുവരട്ടി, അവിയൽ, മീൻകറി, മീൻ വറുത്തത് എല്ലാം കൂടെ. ഇന്നലത്തെ മീനാണ്. ഇന്നലത്തെ മീനും ഇന്നലത്തെ അവിയലും ഒക്കെ ബാക്കി ഇരിപ്പുണ്ട്. പക്ഷേ അവിയലിൻ്റെ അവിയൽ ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ കുറച്ചേ കാണത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഒരു മെഴുക്കുവരട്ടിയും കൂടെ വെക്കുന്നത്. മെഴുക്കുവരട്ടി മാത്രം ഉച്ചയ്ക്ക് വെച്ചാൽ മതി, ഇന്ന് വേറൊന്നും വെക്കണ്ട. ഉച്ചക്കത്തെ ലഞ്ച് അപ്പം ഞാൻ ലഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണാം. വഴുതനങ്ങയും വെണ്ടയ്ക്കയും കൂടെ ഉള്ള ഒരു മെഴുക്കുവരട്ടിയാണ്, സിമ്പിൾ ഒരു മെഴുക്കുവരട്ടിയാണ്. ഞാൻ പറ്റുവാണെങ്കിൽ മീൻസ് ലൈറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ഞാൻ അതിൻ്റെ റെസിപ്പി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇനി ഞാൻ പോയി മെഴുക്കുവരട്ടി വേഗം വെച്ച് ചോറും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ പരിപാടി തീരും. അപ്പം ഞാനതെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം കാണാം.
അപ്പം എണ്ണ ഒഴിച്ച് വെണ്ടയ്ക്കയാണ് ആദ്യം ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു കിളുകിളുപ്പില്ലേ, ആ ഒരു വെണ്ടയ്ക്കൊക്കെയുള്ള ആ ഒരു ഇത് പശ അത് മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഞാൻ മുറിച്ച് ഉപ്പ് വെള്ളത്തിൽ കറ കളയാൻ വേണ്ടിയിട്ട് ഇട്ട വഴുതനങ്ങയാണിത്. അത് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ കിടന്ന് ഞാൻ മുമ്പ് ഇതിനകത്തേക്ക് 2 പച്ചമുളകും കൂടെ എരിവിന്, പച്ചമുളക്, ഉപ്പ് ഇതെല്ലാം ചേർത്ത് കൊടുക്കണം. ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പം ഇതാണ് നമ്മുടെ വഴുതനങ്ങയും വെണ്ടയ്ക്കയും കൂടെ ഉള്ള മെഴുക്കുവരട്ടി. ഇത്രേ ഉള്ളൂ. എനിക്ക് പച്ചമുളകിൻ്റെ എരിവാണ് കൂടുതൽ ഇഷ്ടം. മിക്കവാറും വീഡിയോസിലൊക്കെ പറയുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ എടുക്കുന്നത്. നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡിയായി. പിന്നെ ഫ്രഷ് ഫിഷ് ഫ്രൈ ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ചെയ്യുന്നില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ. ഞാൻ രാവിലെ പുരട്ടി വെച്ചിരിക്കുകയാണ്. അപ്പം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ചോറെടുത്തു. ഞാൻ ഈ ഒരു അളവിലാണ് ചോറെടുക്കുന്നത്, ഒത്തിരി ചോറില്ല. അപ്പം അത് എൻ്റെ ഒരു കണക്കാണ്. ആ ഒരു അളവിൽ ക്വാണ്ടിറ്റി കുറച്ചാണ് ചോറെടുക്കുന്നത്. പിന്നെ കൂട്ടാൻ കൂടുതലെടുക്കും. അവിയൽ, മെഴുക്കുവരട്ടി, പിന്നെ മീൻ മുളകിട്ടത്, മീൻ വറുത്തത്, പിന്നെ ഒഴിക്കാനായിട്ട് മോര് കാച്ചിയത്. ഇത്രയാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. അപ്പോൾ ഇതെല്ലാം കൂട്ടി ഞാൻ ചോറുണ്ടു. അപ്പോൾ ഇപ്പം 4 മണിയായി. 4 മണിക്ക് നമ്മൾ ചായ കുടിക്കും. ഇതിനകത്ത് പഞ്ചസാരയൊന്നും ഇല്ലാത്ത ചായയാണ്, അത് കുടിക്കും. ഇനിയിപ്പോൾ ഒരു 5:30 ആകുമ്പോൾ നമുക്ക് ഡിന്നർ കഴിക്കണം. ഇന്നത്തെ ഡിന്നർ ബ്രെഡും പീനട്ട് ബട്ടറും എന്താ പറയുന്നത് എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ബ്രെഡ് ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ. കിട്ടുവാണെങ്കിൽ എന്നല്ല, ബ്രെഡ് വരുമായിരിക്കും. അപ്പോൾ അങ്ങനെ ആണ് വിചാരിച്ചിരിക്കുന്നത്. എനിക്ക് വേറൊന്നും ഉണ്ടാക്കാൻ തോന്നുന്നില്ല. ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് പീനട്ട് ബട്ടറും തേച്ച് പിന്നെ മുട്ടയൊന്ന് പൊരിച്ചെടുക്കുക. അതാണ് ഇന്നത്തെ എൻ്റെ ഒരു ഡിന്നർ. ഒരു 5:30 ആകുമ്പം കഴിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ഇനിയൊന്നുമില്ല. പിന്നെ ഇനി നാളെ പിറ്റേ ദിവസം രാത്രി 8 മണിക്കേ ഉള്ളൂ. വൈകുന്നേരം ഒന്നും അങ്ങനെ, ഇപ്പം വൈകുന്നേരം രാവിലെ ആ ഒരു നടപ്പേ ഉള്ളൂ. പിന്നെ അല്ലാതെ ഉള്ള നടക്കാനൊന്നും അങ്ങനെ പോത്തും ഒന്നുമില്ല. രാവിലെ ഞാൻ ഇന്നൊരു 5-8 മിനിറ്റ് ഒന്ന് നടന്നായിരുന്നു. നടക്കാൻ പോകണമെന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് പറ്റുന്നില്ല. ഇവിടെ ഇപ്പം എന്താ മഴക്കാറ്, ഇന്നലെ മിനിയാന്നൊന്നും മഴയിലായിരുന്നു. ഇപ്പം എന്താ മഴക്കാറൊക്കെ കിട്ടി. അതൊരു മൂടൽ ഭയങ്കരമായിട്ടും ഇങ്ങനെ കൊണ്ട് നിൽക്കുന്നു. പിന്നെ നമുക്ക് ഡിന്നറാക്കാൻ നേരത്ത് കാണാം. ഞാൻ ഈ ചായയൊക്കെ കുടിക്കട്ടെ. അപ്പം ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു റോബസ്റ്റ പഴം, ഇതിന് വലിയ പഴുപ്പ് കണ്ടില്ലെങ്കിലും ഇതിന് ഈ ഒരു പഴത്തിന് അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു. ഞാൻ മധുരം ഇല്ലെന്ന് പ്രതീക്ഷിച്ചു, കാരണം ഞാനിപ്പം വാങ്ങിച്ചതേ ഉള്ളൂ ഇത്. പക്ഷേ ഒരു വലിയൊരു എന്താ പറയുക ഞെക്ക് കൊണ്ടില്ലേലും, മീൻസ് പെട്ടെന്ന് റോബസ്റ്റ പഴം ഇങ്ങനെ ഇതാകത്തില്ലേ, അങ്ങനെ ആയില്ലേലും ഈ പഴത്തിന് അത്യാവശ്യം മധുരമുള്ള റോബസ്റ്റ പഴമായിരുന്നു. അതിനകത്തേക്ക് 1 ടീസ്പൂൺ പീനട്ട് ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഉടച്ചു കൊടുക്കുക. പീനട്ട് ബട്ടർ കുറച്ചുകൂടെ ചേർത്താലും കുഴപ്പമില്ല, പിന്നെ ഞാൻ രണ്ടാമത് ആഡ് ചെയ്യുന്നുണ്ട്.
എന്നിട്ട് 2 ബ്രെഡ് ഒന്ന് ബട്ടറിൽ ചെറുതായിട്ട് ടോസ്റ്റ് ചെയ്യുക. ഇത് വീറ്റ് ബ്രെഡാണ്, അൺസ്വീറ്റൻഡ് വീറ്റ് ബ്രെഡാണ്. പീനട്ട് ബട്ടറും അൺസ്വീറ്റൻഡ് പീനട്ട് ബട്ടറാണ്, അത് രണ്ടും നോക്കി വാങ്ങിക്കണം. സ്വീറ്റ്നെസ് ഉള്ള പീനട്ട് ബട്ടറും ബ്രെഡും അല്ല. എന്നിട്ട് ഈ ബ്രെഡിലേക്ക് ഈ ഒരു മിക്സ് തേച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡിന്നർ ഇവിടെ റെഡിയാവും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പ്രോട്ടീന് വേണ്ടിയിട്ട് മുട്ട ബുൾസയും പിന്നെ ചെറുപയർ പുഴുങ്ങിയതും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡിന്നർ. ഹായ്, അപ്പം ഞാൻ ഡിന്നർ എൻ്റെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ആക്ച്വലി എൻ്റെ കഴിപ്പ് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ സമയം ഇനിയിപ്പം വീഡിയോ എടുക്കുമ്പോൾ 6 മണിയൊക്കെ കഴിഞ്ഞു. ഞാനൊരു 5:30ക്കുള്ളിൽ ഡിന്നർ കഴിച്ചു. ഡിന്നർ എളുപ്പമുള്ളൊരു കാര്യമായിരുന്നു. ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ പഴവും പീനട്ട് ബട്ടറും കൂടെ മിക്സ് ചെയ്ത് അതും എടുത്തു, ഒരു ബുൾസയും എടുത്തു, പിന്നെ ഒരു പയറിരിപ്പുണ്ടായിരുന്നു, അതും കഴിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ഡിന്നർ അവസാനിപ്പിച്ചു. എളുപ്പമുള്ള ഡിന്നറാണ്, പക്ഷേ എനിക്കിഷ്ടമാണ്. പഴവും പീനട്ട് ബട്ടറും കൂടെ മിക്സ് ചെയ്ത് ബ്രെഡിനകത്ത് വെച്ച് നിങ്ങൾ കഴിച്ച് നോക്കണം. എന്തെങ്കിലും സ്വീറ്റായിട്ട് കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് റോബസ്റ്റ പഴം. ആ പഴം തന്നെ ഇച്ചിരി പഴുത്താണേലും കുഴപ്പമില്ല, അല്ലെങ്കിൽ മീഡിയം പഴുപ്പോ അങ്ങനെ എന്തെങ്കിലും ആണേലും കുഴപ്പമില്ല. ഒത്തിരി പഴുക്കാത്തതായിരിക്കില്ല, ഒരു മീഡിയം പഴുപ്പ്, ആ ഒരു മധുരം ഉള്ള റോബസ്റ്റ പഴം ഉണ്ടായിരുന്നു. അതും 1 ടീസ്പൂൺ പീനട്ട് ബട്ടറും കൂടെ മിക്സ് ചെയ്തൊന്ന് കഴിച്ച് നോക്കിക്കുക. നമുക്കൊരു ഐസ്ക്രീം കഴിക്കുന്നതിൻ്റെയൊക്കെ ഒരു എന്താ പറയുന്നത്, നല്ലൊരു ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അത് പ്രത്യേകിച്ച് ബ്രെഡിനകത്തും കൂടെ, വീറ്റ് ബ്രെഡാണല്ലോ ഞാനെടുത്തത്, അപ്പം അത് ബ്രെഡിനകത്തും കൂടെ തേച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഉഗ്രൻ ടേസ്റ്റാണ്. ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ഇതായിട്ട് ഡിന്നർ ഇങ്ങനെ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർ. പിന്നെന്താണ്, എനിക്കിനി 1 കിലോ വെയിറ്റ് കുറയ്ക്കണം. അപ്പം ഇന്നലെ തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. കുഴപ്പമില്ല. അത് പിന്നെ എനിക്കിപ്പോൾ അങ്ങനെ വലിയൊരു ടെൻഷനില്ല അതിനെപ്പറ്റി. കാരണം ഞാനിങ്ങനെ ശീലിച്ചത് കൊണ്ട് എനിക്കെന്താണ് അങ്ങനൊരു എന്താ പറയുന്നത്, അതൊരു വലിയൊരു കടമ്പയായിട്ട് എനിക്കിപ്പം ഫീൽ ചെയ്യുന്നില്ല. ഇനി കുറയ്ക്കണം എന്നാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇനി അടുത്ത ആഴ്ച ആകുമ്പോൾ 2 കിലോ കൂടുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ മനസ്സിൽ ഞാൻ കുറയ്ക്കുന്നില്ല. അങ്ങനെ എനിക്ക് എന്തായാലും ഒരു ആഴ്ചയിൽ 5 ദിവസം എനിക്ക് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കാൻ പറ്റുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. പിന്നെ ബാക്കി 2 ദിവസം അത് കുറയ്ക്കണം എന്നുള്ള, മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ ഞാൻ ശനി ഞായറും കുറച്ചൊന്നായി ഷുഗർ ഒഴിച്ച് ബാക്കി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കും. കുറയ്ക്കണമെന്നുള്ള സമയം വരുമ്പോൾ ശനി ഞായറും കൂടെ ഞാൻ എന്താ പറയുന്നത്, രാത്രി ഡിന്നർ ഞാൻ ഈ പറഞ്ഞ പോലെ ഏർലി ഡിന്നർ ആക്കാൻ ഞാൻ ശരിക്കും ശ്രമിക്കും, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് രീതി തന്നെ എടുക്കാനായിട്ട്. കാരണം കുറയ്ക്കണമെങ്കിൽ നമ്മൾ ആ ഒരു രീതി പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല. ഒരു ദിവസം വേണമെങ്കിൽ ചീറ്റ് ഡേ ആയിട്ട് എടുക്കാം, 2 ദിവസം അങ്ങനെ പറ്റത്തില്ല. പക്ഷെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണെങ്കിൽ ശനി ഞായറും നമുക്കൊന്ന് അയയുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്ന് വെച്ചാൽ അങ്ങ് വലിച്ചു വാരി തിന്നല്, നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒരു മീൽ ഒരു ദിവസം കഴിക്കാം. ഇതിപ്പോൾ എനിക്ക് 1 കിലോ കുറയ്ക്കണം. അപ്പം ഞാൻ അടുപ്പിച്ചൊരു 10 ദിവസം എടുക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഞാൻ വീഡിയോ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വീഡിയോ 10 ദിവസത്തേക്ക് അത്രയും ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് റിസൾട്ട് വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് സ്ട്രെയിനുള്ള പരിപാടിയാണ്. നമ്മൾ എപ്പോഴും ഇങ്ങനെ ഓരോ നേരം ഫുഡ് കഴിക്കുന്ന ഇങ്ങനെ ഓർത്ത് നോക്കിക്കൊണ്ടിരിക്കണം. അത് ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ്. അതെനിക്ക് ഭയങ്കര ചില സമയത്ത് സ്ട്രെസ്സായിട്ട് തോന്നും. ഈ തൊട്ട് മുമ്പ് ഞാനൊരു വീഡിയോ 2 ആഴ്ച മുമ്പ് ഞാൻ വീഡിയോ അതിൽ ഇട്ടിരുന്നു. ഇടയ്ക്കൊന്ന് വെയിറ്റ് കൂടിയപ്പോൾ ഞാൻ വെയിറ്റ് കുറച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയും എനിക്ക് അതിങ്ങനെ നോക്കിയിരിക്കേണ്ടതുകൊണ്ട് എനിക്കതൊരു സ്ട്രെസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ട്. ഈ വീഡിയോ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാളെ ഇനി വീഡിയോ മെനക്കെട്ട് നമ്മൾ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ അപ്പോൾ എൻ്റെ ഒരു ഫുഡ് റുട്ടീൻ ഇപ്പോൾ ഇങ്ങനെയാണ്. ഞാൻ പതുക്കെ നടത്തമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നടത്തമൊക്കെ എന്താ പറയുന്നത്, എനിക്ക് വർക്കൗട്ടിലേക്ക് കടക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കറിയത്തില്ല, എനിക്ക് ചെയ്ത് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഞാൻ കുറച്ച് നാളായി ഒരു വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് എപ്പോഴും എന്താ പറയുന്നത്, ഞാൻ അല്ലെങ്കിൽ നടത്തം തന്നെ ഞാൻ ഫോക്കസ് ചെയ്തിട്ടും കുറച്ച് നാളായി. എനിക്ക് ഇങ്ങോട്ട് മാറിയപ്പോൾ തന്നെ പ്രോപ്പറായിട്ട് നടക്കാൻ പറ്റുന്നില്ല. ഇവിടെ നടന്നാലും മതി, എന്നാലും പുറത്ത് നമ്മൾ ആ ഒരു പാർക്കിൽ നടക്കാൻ പോകുന്ന ആ ഒരു ഫീലിംഗ് ഞാൻ ഇവിടെ ഒരു 10 മിനിറ്റ് നടന്നാലും എനിക്ക് കിട്ടത്തില്ല. അതാണ് എൻ്റെ എനിക്ക് ഇതായിട്ട് തോന്നുന്നത്. ഒരു 10 മിനിറ്റ് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാലും പുറത്ത് പാർക്കിൽ പോയി ഒരു 3 റൗണ്ട് നടക്കുന്ന ആ ഒരു ഫീലിംഗ്, ആ ഒരു ബോഡിക്ക് ആ ഒരു ഇത് എനിക്ക് തോന്നാറില്ല. അതാണ് എൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ എനിക്കൊരു
10 മിനിറ്റ് നടന്നിട്ടും എനിക്ക് ഒന്നും ആകാത്ത ഒരു ഫീലിംഗ്. അപ്പം തോന്നും ഇവിടെ ആണെങ്കിൽ പാർക്കിൽ പോകണമെങ്കിൽ മെയിൻ റോഡ് കയറി അങ്ങനെ ആ സിഗ്നലിൻ്റെ അവിടുത്തെ ബ്ലോക്കൊക്കെ ആലോചിക്കുമ്പോഴേ എനിക്ക് അങ്ങ് ഒരുമാതിരി തോന്നും രാവിലെ. മറ്റത് ഞങ്ങളുടെ തൊട്ടടുത്തായിരുന്നു ആ പാർക്ക്. അപ്പം ഞങ്ങൾക്ക് ഞാൻ എന്താ പറയുന്നത്, എനിക്ക് വെയിറ്റ് ഉള്ള സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീഹരിക്ക് ആ ടൈമിൽ വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പം വൈകുന്നേരം ഞാൻ തന്നെ കോവിഡിൻ്റെ സമയത്തല്ലായിരുന്നു, അപ്പം ഞാൻ തന്നെ നടന്ന് പാർക്കിൽ പോയി 3-4 റൗണ്ട് നടന്ന് തിരിച്ച് വരുമായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അത്രയും ഞാൻ മെനക്കെട്ട് അന്ന് എനിക്ക് 10-78 കിലോ ഒക്കെ ഉണ്ട് ആ സമയത്ത്. ആ പാർക്കിൽ പോയി നടന്നിട്ട് തിരിച്ചു വരും. അങ്ങനെയാണ് ആ സമയത്ത് ഞാൻ ശരിക്കും നല്ലപോലെ ചെയ്തിരുന്നു. ഇപ്പം എനിക്കൊന്ന് അത്രയും ഒരു വെയിറ്റ് കുറയ്ക്കേണ്ടെന്നുള്ളൊരു ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ കിടക്കുന്നതുകൊണ്ടാണോ എനിക്ക് അങ്ങനെ ഒരു ഞാൻ മെനക്കെട്ട് ഇറങ്ങാത്തതെന്നൊക്കെ ചില സമയത്ത് എനിക്ക് തോന്നും. പക്ഷേ വെയിറ്റിൻ്റെ മാത്രം ഒരു കാര്യമല്ല, നമ്മുടെ ശരീരം ആക്റ്റീവായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ്, ഒരു എക്സർസൈസ് അല്ലെങ്കിൽ നടത്തം ചെയ്യുന്നത് നല്ലതാണ്. ഒരാഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും അല്ലെങ്കിൽ ഒരു 3-4 ദിവസമെങ്കിലും അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ഇതൊക്കെ എനിക്കറിയാം, ഞാൻ എന്നോട് തന്നെ ഇതൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ എന്തുകൊണ്ട് ഇപ്പോഴത്തെ ഒരു 2 മാസമായിട്ട്, എന്നാ 2 അല്ല, ഇപ്പോൾ ജൂണിലല്ലേ ഇവിടെ വന്നത്, ജൂലൈ ഓഗസ്റ്റ് 3 മാസമായിട്ട് എനിക്കതിന് പറ്റുന്നില്ല. പക്ഷേ ഇവിടെങ്കിലും എനിക്ക് കൃത്യമായിട്ടൊന്ന് നടന്ന് നോക്കണം, ഞങ്ങളുടെ ഈ ഹോളിൽ തന്നെ ഒന്ന് നടന്ന് നോക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ വർക്കൗട്ടിലേക്ക് കടക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊക്കെ കടക്കാൻ പറ്റുമെങ്കിൽ വർക്കൗട്ടിൻ്റെയൊക്കെ വീഡിയോസ് ഞാനിടാം. വർക്കൗട്ട് ചെയ്യാൻ എനിക്ക് എന്താ പറയുന്നത്, എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു മോട്ടിവേഷൻ ഫീലിംഗ് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ വർക്കൗട്ട് വീഡിയോസൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.